2026 ശീതകാല ഒളിമ്പിക്സിനിടെ ഇസ്രായേലി ബോബ്സ്ലെഡ് താരം എ.ജെ. എഡൽമാന്റെ വംശഹത്യ അനുകൂല നിലപാടുകൾ ടെലിവിഷൻ കമന്ററിക്കിടെ തുറന്നുകാട്ടി സ്വിസ് കമന്റേറ്റർ. ഇറ്റലിയിലെ കോർട്ടിന ഡി അംബസ്ലോയിൽ നടന്ന പുരുഷന്മാരുടെ ടുമാൻ ബോബ്സ്ലെഡ് മത്സരത്തിനിടെയായിരുന്നു സംഭവം. ഇസ്രായേൽ ടീമിനെ കുറിച്ചുള്ള തത്സമയ വിവരണത്തിനിടെയാണ് ഇസ്രായേൽ താരം സ്റ്റെഫാൻ റെന്ന എഡൽമാന്റെ നിലപാടുകൾ സ്വിസ് ബ്രോഡ്കാസ്റ്ററായ RTS2-ലെ കമന്റേറ്റർ എടുത്തു പറഞ്ഞത്. സ്റ്റെഫാൻ റെന്ന എഡൽമാൻ സ്വയം ഹൃദയശുദ്ധിയുള്ള സയനിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നയാളാണ്. ഗസയിലെ വംശഹത്യ അനുകൂലിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിരവധി സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. മേഖലയെക്കുറിച്ചുള്ള UN-ന്റെ അന്വേഷണ കമ്മീഷൻ ഉപയോഗിച്ച പദമാണ് വംശഹത്യ എന്നത് നമ്മൾ ഓർക്കുക. ഇസ്രായേലിന്റെ ഇടപെടൽ ചരിത്രത്തിലെ ഏറ്റവും ധാർമ്മികമായ നീതിയാണെന്ന് എഡൽമാൻ പ്രത്യേകം പറഞ്ഞത് ശ്രദ്ധേയമാണ് എന്നായിരുന്നു കമന്ററിയിലെ വാചകങ്ങൾ. യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന കായിക താരങ്ങളെ വിലക്കണമെന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ചട്ടങ്ങൾ നിലനിൽക്കെ ഇസ്രായേൽ ടീമിനെ പങ്കെടുപ്പിക്കുന്നതിനെയും കമന്റേറ്റർ തത്സമയ സംപ്രേഷണത്തിൽ ചോദ്യം ചെയ്തു. സംഭവം പുറത്തു വന്നതോടെ കായിക ലോകത്ത് ചേരിതിരിഞ്ഞുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. മാധ്യമപ്രവർത്തനത്തിലെ നിഷ്പക്ഷത ലംഘിച്ച കമന്റേറ്റർക്കെതിരെ നടപടി വേണമെന്ന് ഇസ്രായേൽ അനുകൂലികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലിന്റെ നടപടികളെ തുറന്നുകാട്ടിയ റെന്നയെ അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. വിവാദമായ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ IOC നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ.